ഗൈസ് ഇന്നൊരു സർപ്രൈസിങ് ഡേ ആണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ വീഡിയോ ചെയ്തതാണല്ലോ. ഓൾറെഡി ജോർദൻ വിൽമർ ഗിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം അദ്ദേഹത്തിൻ്റെ ഒരു റൂമറും ഇല്ലാതെ വന്നു എന്നുള്ളത്. അതേപോലെ തന്നെയാണ് യാതൊരു വിധത്തിലുള്ള ഒരു അഭ്യൂഹങ്ങളും ഇല്ലാതെ ഒരു കോച്ച് വരുന്നു. ഹോസെ മൊലീന എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് കോച്ച് ആയിരിക്കും ഹബാസിൻ്റെ പകരക്കാരനായിട്ട് മോഹൻ ബഗാനെ അടുത്ത സീസണിൽ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഹോസെ മൊലീനെ ഒരുപക്ഷെ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം അദ്ദേഹം മുമ്പ് ISL പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ATKയുടെ കോച്ചായിട്ട് 2016 സീസണിൽ അന്ന് ATK വിൻ ചെയ്തിട്ടുള്ള ഒരു പരിശീലകൻ കൂടിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഹൈ പ്രൊഫൈൽ സ്റ്റാറ്റസ് നൽകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനിൽ അദ്ദേഹം ഒരു ടെക്നിക്കൽ ഡയറക്ടർ എന്ന നിലയിൽ ഏതാണ്ട് 4 വർഷത്തോളം അല്ലെങ്കിൽ 4.5 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിഗ് ഫിഷിനെ തന്നെയാണ് ഹബാസിൻ്റെ പകരക്കാരനായിട്ട് മോഹൻ ബഗാൻ എത്തിക്കുന്നതെന്ന് വേണം പറയാൻ. ഇത് 2016 ഹബാസിൻ്റെ പകരക്കാരനായിട്ട് തന്നെയാണ് ഹോസെ മൊലീന ATKയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതിന് മുമ്പ് കിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെയാണ് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ, ഹോങ്കോങ് ക്ലബ്ബാണ്, അവരുടെ പരിശീലകനായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് ISLലേക്ക് ATKയുടെ പരിശീലകനായിട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹം ATK വിട്ട ശേഷം അത്ലറ്റിക്കോ സാൻ ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്സിക്കൻ ക്ലബ്ബിൽ പരിശീലകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സീസൺ മാത്രമാണ്. അത് ഈ പറഞ്ഞ പോലെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു കണക്ഷൻസ് ഓണർഷിപ്പൊക്കെ ഉള്ള ഒരു ക്ലബ്ബായിരുന്നു. സോ അന്ന് ATK അങ്ങനത്തെ ഒരു ക്ലബ്ബായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം തന്നെ അദ്ദേഹം സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആ ഒരു തലപ്പത്ത് ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറയുന്നൊരു റോളിലേക്ക് എത്തി. 2023 മാത്രമാണ് അദ്ദേഹം ആ ഒരു റോൾ ഒഴിയുന്നത്. അതിനുശേഷം വീണ്ടും മോഹൻ ബഗാൻ എന്ന ക്ലബ്ബിലൂടെ അദ്ദേഹം കൊൽക്കത്ത നഗരത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളത് വേണം പറയാൻ. അദ്ദേഹത്തിന് ഏഷ്യയിൽ നല്ലൊരു റെക്കോർഡ് തന്നെയാണുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഹോങ്കോങ്ങിൽ അദ്ദേഹം പരിശീലിപ്പിച്ച ക്ലബ്ബിന് ഒറ്റ സീസണെ പരിശീലിപ്പിച്ചിട്ടുള്ളൂ. ആ സീസണിൽ ലീഗ് 2 ഡൊമസ്റ്റിക് കിരീടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ ATKയ്ക്കൊപ്പം ആദ്യ സീസണിൽ തന്നെ അദ്ദേഹത്തിന് ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റേ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സീസണിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അന്ന് 14 മത്സരങ്ങളായിരുന്നു ലീഗിലുണ്ടായിരുന്നത്. ഏറ്റവും കുറവ് തോൽവിയുമായിട്ട് പ്ലേ ഓഫിലേക്ക് കയറിയിട്ടുള്ളൊരു ടീമായിരുന്നു. 2 തോൽവി മാത്രമായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കുറവ് വിജയവും ഉണ്ടായിരുന്നതും ഈ പറഞ്ഞ ഹോസെ മൊലീനയുടെ ATKയ്ക്ക് തന്നെയാണ്. കാരണം 4 വിജയം മാത്രം. അതിനേക്കാൾ കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള പ്ലേ ഓഫിൽ കടക്കാത്ത ടീമുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോൽപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ള ടീമാണ്. പിന്നെ കൂടുതലും ഏതാണ്ട് 8ഓളം സമനിലകൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുണ്ടായിരുന്നു ATKയ്ക്ക്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ ആ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച ഒരേ ഒരു പരിശീലകനും ഇദ്ദേഹമാണ് എന്നുള്ളതാണ്. അതായത് ഗ്രൂപ്പ് സ്റ്റേജിലും അതുപോലെ തന്നെ ഫൈനലിലും. എൻ്റെ ഓർമ്മയിൽ ബാക്കി എല്ലാ മത്സരങ്ങളും പിന്നെ ഡൽഹിയും ഒക്കെ ആയിട്ടുള്ള സമനിലയായിരുന്നു. പിന്നെ എല്ലാം ജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൊച്ചിയിൽ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ആസ് എ പ്ലെയർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് നോക്കുമ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ തന്നെയാണ് ഉള്ളത്. ഏതാണ്ട് 500ഓളം മത്സരങ്ങൾ, അദ്ദേഹം ഒരു ഗോൾ കീപ്പറാണ്. പിന്നെ ഏതാണ്ട് 400 മത്സരങ്ങൾ ലാ ലീഗിൽ മാത്രം കളിച്ചിട്ടുണ്ട്. അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ, അതുപോലെ വലൻസിയ, VRL പോലെയുള്ള ക്ലബ്ബുകളിലൊക്കെയാണ് പ്ലെയറായിട്ട് കളിച്ചിട്ടുള്ളത്. സ്പെയിൻ ദേശീയ ടീമിൻ്റെ അംഗമായിരുന്നു അദ്ദേഹം. ഏതാണ്ട് 9ഓളം മത്സരങ്ങൾ കളിച്ചു. അതുപോലെ ലാ ലീഗ അത്ലറ്റിക്കോ മാഡ്രിഡിനോടൊപ്പം 95-96 വർഷം വിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എനിവേ എന്തുകൊണ്ടും നമുക്കൊരു ഹൈ പ്രൊഫൈൽ എന്ന് തന്നെ പറയണം. പിന്നെ ഒരു കാര്യം അറിയേണ്ടത്, ഹബാസ് പകരക്കാരനറിയാമല്ലോ, നമുക്ക് യുവാൻ ഫെറാണ്ടോയുടെ പകരക്കാരനായിട്ടാണ് എത്തുന്നത്. ഹബാസിൻ്റെ പകരക്കാരനായിട്ട് വീണ്ടും എത്തുന്നത് മൊലീനയാണ്. ഇനി മൊലീനയുടെ പകരക്കാരനായിട്ട് യുവാൻ ഫെറാണ്ടോ വീണ്ടും എത്തുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. സോ കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സനി.